കുറേ സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും ഒരു സിനിമയ്ക്ക് ഒരു നായകനെന്ന പരിവേഷം കിട്ടി വിനീത് സാറ് കൊണ്ടുവന്നു. ആ സമയത്തൊക്കെ എനിക്കറിയാം ഒത്തിരി വിവാദങ്ങൾ ഉണ്ടാവുകയും പിന്നീട് വിനീത് സാർ ഈയിടയ്ക്ക് വരെ പല കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്, പല മീറ്റിങ്ങുമുണ്ട്. ഷിജുവിനെ സംബന്ധിച്ചുള്ള അത്തരം വിവാദങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് പുച്ഛമായിട്ടല്ലേ തോന്നുന്നുള്ളൂ? പുച്ഛമല്ല, ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടാറില്ല. കാരണം ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഇപ്പോൾ സിനിമയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബാക്കി കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകാനായിട്ടുള്ള താല്പര്യമില്ലെന്നല്ല, അത് വെറുതെ നമ്മൾ അനാവശ്യമായിട്ട് ചിലപ്പോൾ എന്നെ സ്ട്രെസ്ഡ് ആക്കി അങ്ങനത്തെ പരിപാടികളിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സിനിമകളിലും കഥാപാത്രങ്ങളിലും ആ കാര്യങ്ങളിലും വേണ്ടിയിട്ട് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാതെ തന്നെ നിൽക്കുന്നു. അതായിരിക്കും. കാരണം ഞാൻ ആ സിനിമയിൽ നിന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്, അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സിനിമ 19ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമ എനിക്ക് എക്കാലത്തും സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ലിവിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിന് തിരശ്ശീലയിൽ ജീവൻ കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും വലുതല്ല ഇതൊന്നും. പിന്നെ ഓഡിയൻസ് കണ്ടിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ആ സിനിമയിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറയുന്ന കഥാപാത്രം നന്നായി ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ വേറെ ഒന്നുമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ആ പോസിറ്റീവ് മൈൻഡ് തന്നെ എടുക്കുന്നതാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. കാരണം ഇപ്പോൾ ഈവൻ ഒരു സിനിമ ഫെയിലിയർ ആയിക്കഴിഞ്ഞാലും ഞാൻ വിചാരിക്കുന്ന അതിനെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് പ്രശ്നങ്ങൾ ഞാൻ ഇറങ്ങിയ സമയം ഇതെല്ലാം ബാധകമാണ്. ഇപ്പോൾ ഈ സിനിമയിൽ പറയുന്ന പോലെ തന്നെയാണ്. അതായത് ചിലപ്പോൾ ആ സിനിമ ഇന്ന ടൈമിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സക്സസ് ആയിരുന്നു നമുക്ക് തോന്നും. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും ഈ പറയുന്ന പോലെ ഒരു മിനിറ്റ് മുമ്പ് അവിടെ എത്തപ്പെടാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ ജീവിതം വേറെ രീതിയിൽ മാറിയാണ്. അപ്പോൾ അത് നമുക്ക് പലപ്പോഴും തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പലരും ചിന്തിച്ചേക്കുന്നതായിരിക്കും. നമ്മുടെ നോർമൽ ലൈഫിൽ തന്നെ സാധാരണക്കാരായ എല്ലാവരും നമ്മൾ ഇപ്പോൾ ടൈമിൽ അവിടെ കറക്റ്റ് എത്താൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ ബാങ്ക് ലോൺ, അല്ലെങ്കിൽ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയും, ബാങ്ക് ലോൺ ചിലപ്പോൾ ഇയാളുടെ മാനേജറിൻ്റെ സൈൻ കിട്ടിയാൽ മതിയാവും. നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ അത് മിസ്സായിട്ടുണ്ടാവും, വേറെ ദിവസത്തേക്ക് മാറി, അല്ലെങ്കിൽ ഇന്ന ടൈമിൽ അത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടാവും. ഇതൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു നിമിഷം മാറിയതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയിലും ഡിസ്കസ് ചെയ്യുന്നത്. ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ, നമ്മളെല്ലാവരും പ്രശ്നങ്ങൾ നേരിടും. ഒന്ന് കൈപിടിച്ച് ഉയർത്തിയ ഒരാളുടെ പേര് പറഞ്ഞാൽ ആരുടെ പേര് ശിശുവിന് പറയാൻ പറ്റും? ഒരുപാട് പേരുണ്ട്. ഒരാളുടെ പേര് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് സിനിമയുടെ, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന മേഖലയിലേക്ക് കയറാനുള്ള ആഗ്രഹം ഞാൻ അൽഫോൺസിൻ്റെ അടുത്താണ് പറയുന്നത്. അൽഫോൺസ് തന്നെ അവിടെ ഡീമോട്ടിവേറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തില്ലായിരുന്നു, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് മോട്ടിവേറ്റ് ചെയ്യാനായിട്ടൊരു സുഹൃത്തുണ്ടായിരുന്നു, അതൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മൾ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളും ഇതെല്ലാം ഡിപ്പെൻഡൻ്റാണ്. പിന്നെ ഒരാളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാവരും വരും. ഈവൻ വിനയൻ സാർ വരെ ലാസ്റ്റ് ഇതിൽ വരുമ്പോൾ വിനയൻ സാർ വരും. അത്രയും വലിയൊരു സിനിമ എൻ്റെ ഷോൾഡർ ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിക്കുക, ആ ഒരു കോൺഫിഡൻസ് സാറിന് വരിക എന്ന് പറയുമ്പോൾ അതും ഒരു ഫാക്ടറാണ്. അപ്പോൾ ആ ഒരു സിനിമ കൊണ്ട് എനിക്ക് ഭയങ്കര അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു നായക നടൻ എന്നുള്ള രീതിയിലേക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ട്. ഓരോ സിനിമകളും ആദ്യ സിനിമ വിനീതിൻ്റെ അതുപോലെ തന്നെ എൻ്റെ ആദ്യ സിനിമയാണ് മലർവാടി ആർട്സ് ക്ലബ്ബ്. ആ ഒരു സിനിമ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഓഡിഷൻ പങ്കെടുത്ത് അൽഫോൺസ് പങ്കെടുത്ത് പറയുന്നത്. അപ്പോൾ ആ ഓഡിഷനിൽ പങ്കെടുത്ത് ആ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റാണ്, അതിൽ തന്നെ അഭിനയിക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ആവുമല്ലോ. അപ്പോൾ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ഓരോ സിനിമ ചെയ്ത ആൾക്കാരും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും ഒരുപാട് ആൾക്കാരുണ്ട്. ഫാമിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാദർ, മദർ, ഇവരെല്ലാവരും വരും. എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ നമുക്ക് വേണ്ടത്. ഒരാളെ മാത്രമായിട്ട് എല്ലാവരും നമ്മളെ കൂട്ടിപ്പിടിച്ചവരാണ്. അതെ, നമ്മളെ ചേർത്ത് പിടിക്കാൻ ആളുണ്ടെങ്കിൽ നമുക്ക് ചേർന്ന് നിൽക്കാൻ എന്തും ഇഷ്ടമായിരിക്കും. അതാണല്ലോ, ചേർത്ത് പിടിക്കാൻ ആൾ വേണം, എന്നാലേ ചേർന്ന് നിൽക്കാൻ പറ്റുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിലെ കഥാപാത്രത്തിന്റെ പേര് അജയ് മഹേശ്വരി എന്നാണ്. അജയ് മഹേശ്വരി എന്നാണ്. മഹേശ്വരി എല്ലാവർക്കും ഇങ്ങനത്തെ പേരുകളല്ലോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകൾ. സംവിധായകൻ്റെ കയ്യിലാണ്, തിരക്കഥാകൃത്തും സംവിധായകനൊക്കെ ആയിട്ട് തീരുമാനിച്ച പേരുകളാണ്. അജയ് മഹേശ്വരി എന്നാണ്. മഹേശ്വരി എന്ന് പറഞ്ഞാൽ അമ്മയുടെ പേരാണ്, അമ്മയാണ് വളർത്തിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ പേര് ഇട്ടിട്ട് അമ്മപ്പുള്ള എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്. അതാണ് കഥാപാത്രം. പിന്നെ നേഴ്സായിട്ടാണ്, നേഴ്സിൻ്റെ കഥാപാത്രമാണ്.
ഞാൻ പഠിച്ചത് നേഴ്സിംഗ് ആണ്, പക്ഷെ സിനിമയിലധികം ആ ഒരു ഏരിയയിലേക്ക് കവർ ചെയ്യുന്നില്ല. അദ്ദേഹം നേഴ്സാണെന്നുള്ള സംഭവങ്ങളൊക്കെയാണ് പോകുന്നത്. കഥ വേറെ കാര്യം ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇയാളുടെ ലൈഫിലൊരു ഇൻസിഡൻറ്റ് കൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത് അല്ലേ. ഈ പേര് നമുക്ക് ഈ പുഷ്പവിമാനം നമുക്ക് കമലഹാസന്റെ സിനിമയാണ് നമ്മുടെ ഓടിയെത്തുന്നത്. ഈ പേര് വന്നപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായത്? നമുക്ക് ഞാൻ ഉല്ലാസിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, പ്രൊഡ്യൂസർ പേര് നിശ്ചയം ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായിരുന്നു ബാലുവിന്? അല്ല, നമുക്ക് ഈ സിനിമയായിട്ട് ശരിക്കും ഒരു പുരാണ പേര് എന്നുള്ള രീതിയിലൊരു സംഭവമൊക്കെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് കുറേ കൂടി കണക്റ്റ് ആവും തോന്നുന്നു പേര്. പറഞ്ഞു വരുമ്പോൾ ഒരു പുരാണ കഥാപാത്രം വരെ ചിലപ്പോൾ പടത്തിൽ വന്നു പോകുന്നുണ്ട്. അപ്പോൾ വന്നു പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ പേര് പടത്തിന് ഓക്കെ ഒരു പേരായിട്ടാണ് തോന്നുന്നത്. പിന്നെ കമലഹാസൻ സാറിന്റെ ഇതുള്ള പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റ് ആവുന്നുണ്ട്. പാട്ടാണല്ലോ മഞ്ഞുമൽ ബോയ്സില്. അതുപോലെ കമൽ സാറിനൊക്കെ പോയി കണ്ടിട്ടൊന്നുമില്ല, നേരിട്ട് പോയി കണ്ടല്ലോ. നാളെ വരുന്നുണ്ട് അങ്ങനെയെങ്കിലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്റെ പിള്ളേരെ കണ്ടാ അല്ല, ഈ ഒരു പേര് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നുണ്ട്. ഇപ്പൊ പേര് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പോൾ പുഷ്പവിമാനം എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു വെഹിക്കിൾ അത് വരാം, അതുപോലെ തന്നെ ട്രാവൽ, ഇതൊക്കെ വരാം. അതായത് ഇയാളുടെ ട്രാവൽ ഉണ്ട്, പിന്നെ കുറേ ഓട്ടങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് വരുന്ന ഇതാണ്. പിന്നെ ഇതിലൊരു സ്ട്രേഞ്ചർ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, അപ്പം അയാളുമായിട്ട് കണക്ടറാണ് ഈ പേര്. ഇതെല്ലാം ലിങ്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പേരിലേക്ക് എത്തിയത്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. തീർച്ചയായിട്ടും സിനിമ കണ്ട് തന്നെ നമ്മൾ ഈ പേര് എത്രമാത്രം ഇതിൽ ചേർന്നാണെന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ബാലു, ഇപ്പം പുതിയ പടങ്ങൾ ഇപ്പോൾ പ്രിൻസസ് സ്ട്രീറ്റ് ഇറങ്ങാനുണ്ട്, ഇതുണ്ട്. പിന്നെ ഞാനും അർജുനും അനശ്വരയും കൂടി ചെയ്തൊരു പടമുണ്ട്. അത് മൂന്നാണ് ഇപ്പം ഇറങ്ങാനുള്ളത്. പിന്നെ പുതിയത് ഷൂട്ട് തുടങ്ങാൻ വേണ്ടി പോകുന്നു. 20th ദിലീപേൻ്റെ കൂടെ ഒരു പടം, ബബ്ബ എന്നാണ് സിനിമയുടെ പേര്. വിനീതന്റെ അസോസിയേറ്റ് ഡയറക്ട് ചെയ്യുന്ന പടം. നൂറിനൊക്കെ അതെ സ്ക്രിപ്റ്റ് ധനഞ്ജയ് ഡയറക്ടർ. അതെ അതെ അതെ. ആ സിനിമയാണ് ഇനി ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് അല്ലേ. ഇനിയിപ്പോൾ ഒരു ഒത്തിരി കഥാപാത്രങ്ങൾ പല രീതിക്കാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു പ്രായവും അതനുസരിച്ചുള്ള കഥാപാത്രം നമുക്കൊരു ചെയ്യണം. ഇനി കുറെ നല്ലൊരു വേറെ എല്ലാം ചെയ്യുന്ന നല്ല നമുക്ക് വേറൊരു കഥാപാത്രം വേറെ റൂട്ടൊന്ന് പിടിക്കണം, അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ? കർണൻ ഒന്നുമല്ല, ഞാനിപ്പോ ഈ പറഞ്ഞ പെട്ടെന്ന് അങ്ങോട്ട് നോക്കി. അല്ല, അങ്ങനെയല്ലേ, നമുക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ്. നല്ല നല്ല ക്യാരക്ടേഴ്സ് ഇൻ ഡിഫറെന്റ് സിനിമകൾ. ഇപ്പോൾ ഈ സിനിമ ശരിക്കും നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു സിനിമയാണ്. ഇതിനിപ്പോൾ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ മഞ്ഞുമൽ ബോയ്സ് അങ്ങനത്തെ ഒരു സർവൈവൽ ത്രില്ലർ നമുക്ക് കാണാത്തൊരു ജോണുള്ള പരിപാടിയാണ്. അപ്പോൾ പറയാം, ഒരാളുടെ സർവൈവൽ ആണല്ലോ. അപ്പോൾ അങ്ങനെ പല 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 രീതിയിലുള്ള പടങ്ങൾ ചെയ്യണം, പല പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ്. പിന്നെ എല്ലാം തേടി വരുന്നതാണുള്ളത്. എല്ലാം കൃത്യം സമയത്ത് വരുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ബാലു ഏതെങ്കിലും സിനിമ സെലക്ട് ചെയ്തിട്ട് എനിക്ക് ആ കഥ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ആ ക്യാരക്ടർ പറ്റിയതല്ല എന്ന് തോന്നി, അങ്ങനെ ക്യാൻസൽ ചെയ്ത സിനിമകൾ കാണാം, തീർച്ചയായിട്ടും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പിന്നീട് ആ സിനിമയുടെ ഒരു വിജയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിലൊരു വിഷമം തോന്നാറുണ്ടോ? അല്ല, അതൊരിക്കലും ഇല്ല. ഇപ്പം ചിലപ്പോൾ സിമിലർ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഞാൻ അങ്ങനെ വിട്ടേക്കുന്ന പരിപാടി. ഇപ്പോൾ എനിക്ക് ഹണീബിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആദ്യത്തെ ഒരു ബ്രേക്ക് എന്ന് പറയുമ്പോൾ. അതിനു മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഹണീബി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പയ്യനായിരുന്നല്ലേ അത് ചെയ്തിരുന്നെന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് പറയാറുണ്ടായത്. അപ്പോൾ ഹണീബി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് എനിക്ക് അങ്ങനെ. ഇപ്പോൾ ഒരു കൊച്ചിക്കാരൻ പയ്യൻ, ഒരു അടിച്ചുപൊളി കൊച്ചിക്കാരൻ പയ്യൻ എന്ന് പറഞ്ഞ് നേരെ വരുന്ന പരിപാടിയായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സ് പിന്നെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ഒരു പോയിന്റ്. ഇപ്പം ആദ്യം എനിക്കത് ചെയ്തുകൊണ്ട് എനിക്ക് വലിയ മടിയുണ്ടായില്ല. കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്നെ മാക്സിമം ആൾക്കാർ അറിയണം, ഇങ്ങനത്തെ ഒരു ആക്ടർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയണം. അതായിരുന്നു എൻ്റെ ഒരു എയിം. അപ്പോൾ ആ സമയത്ത് ഞാൻ അങ്ങനത്തെ ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞൊരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനത്തെ ക്യാരക്ടേഴ്സിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് വേറെ രീതിയിലുള്ള പരിപാടികൾ ചെയ്യാൻ വേണ്ടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. വെച്ചാൽ ഇനിയും നമ്മൾ പല പല രീതിയിലുള്ള പരിപാടി ചെയ്യാൻ നോക്കുക. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാറ്റം വേണം, നമുക്ക് ക്യാരക്ടർ മാറ്റം വേണം, അത് തീർച്ചയായിട്ടും. ഇപ്പം സുജുവാണെങ്കിൽ ചെയ്തത് ഇപ്പം മാറ്റങ്ങളോടുകൂടി സിനിമകൾ ചെയ്ത് ഒരാളുടെ ജീവിതം തന്നെ പകർന്നാടിയ ഒരു വ്യക്തിയാണ്. മാറ്റങ്ങൾ വേണം എന്നുള്ള മാറ്റം നമുക്ക് എപ്പോഴും വേണം. മാറ്റങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒരേ ക്യാരക്ടറായിട്ട് പോകരുതല്ലോ. അതുണ്ടാകുന്നുണ്ട് ബാലുവിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നും ഓർത്ത് വെക്കാൻ
പറയുകയാണെങ്കിൽ ഒരു സിനിമ ഏതായിരിക്കും നമ്മുടെ മനസ്സിൽ ഇത് മാറ്റി നിർത്തിയാൽ? ഞാൻ ചെയ്ത സിനിമകളാണോ അല്ലെങ്കിൽ എന്നും നമ്മൾ പ്രേക്ഷകരുമായി അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയ ഒരു സിനിമ പറഞ്ഞാൽ നമ്മൾ കണ്ട സിനിമകളാണോ നമ്മൾ ചെയ്ത സിനിമകൾ? ഞാൻ അങ്ങനെ കണ്ടവൻ സിനിമ ചെയ്തേക്കുന്ന ഒരാളല്ല. ചെയ്ത സിനിമകൾ അങ്ങനെ ക്യാരക്ടർ വൈസ് അങ്ങനെയാണെങ്കിൽ കൽക്കിയിലെ ക്യാരക്ടർ ആയിരിക്കും പറയുകൊണ്ട് എനിക്ക് ഭയങ്കര വർക്കായ ഒരു ക്യാരക്ടർ അതായിരുന്നു. അത് KPS ലളിതേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക, അപ്പോൾ പുള്ളിക്കാരുടെ മോനോട് അഭിനയിക്കുക, അതൊക്കെ നല്ലൊരു ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. പിന്നെ പടം കണ്ടു കഴിഞ്ഞാലും ക്യാരക്ടർ മരിക്കുന്നുണ്ട്, അപ്പോൾ ആ ഒരു എമ്പതിയും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു. സിനിമ കഴിഞ്ഞ സമയത്ത് ആളുകൾ പോവാൻ മരിച്ച ക്യാരക്ടർ പറയാം എന്നൊക്കെ പറഞ്ഞ് അതൊരു വേറെ ഫീലാണ്. നമ്മൾ ഒരാൾ മുമ്പ് എൻ്റെ അടുത്ത് മരിച്ച ക്യാരക്ടർ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു. ഒരു സിനിമ കഴിയുമ്പോഴാണ് അങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ അതൊക്കെ കിട്ടിയപ്പോൾ ആ ഒരു ക്യാരക്ടറിനോടുള്ള ലൈക്കബിലിറ്റിയാണ് എനിക്ക് ഏറ്റവും അധികം ഇതുവരെ ചെയ്ത പടങ്ങളിലേക്ക് കിട്ടിയേക്കുന്നത്. മരിച്ച അഭിനയിച്ച പടങ്ങൾ ചില ആളുകൾ ഇങ്ങനെ മരിച്ചു പോകുന്ന സിനിമകൾ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അവർ നെട്ടിക്കൊണ്ടിരിക്കുക, അയ്യോ നമ്മളില്ലാതെ. അങ്ങനെ ഉണ്ടായിരുന്നു. കൽക്കിയുടെ ലാസ്റ്റ് പ്രൊമോഷനൊക്കെ അപ്പോൾ സെക്കൻഡ് പാർട്ട് പ്ലാനിങ് ഒക്കെ തുടങ്ങി. അപ്പൊ എനിക്ക് ടെൻഷൻ, ഇതിപ്പോ ഇനിയിപ്പോ മറ്റേ വല്ല വേറെ ഒരു അനിയൻ ഉണ്ടായിരുന്നു ദുബായിലായിരുന്നു, പുള്ളി തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അല്ലാണ്ട് സെക്കൻഡ് പാർട്ടിൽ എനിക്ക് തലവെക്കാൻ പറ്റൂല. അല്ല ഫോട്ടോ ഫോട്ടോ വെക്കാമല്ലോ, ഫോട്ടോഗ്രാഫി വെക്കാറുണ്ടല്ലോ. അത് ഫോട്ടോയിൽ ചിലപ്പോ ഓർമ്മകളായിട്ട് ഇറങ്ങിയും വരാം. ഈ ലൊക്കേഷനില്, നിങ്ങളുടെ ഈ ലൊക്കേഷനില് ഉണ്ടാവുന്ന അനുഭവം ഓർത്തെടുക്കാൻ പറഞ്ഞാൽ, ഈ നിങ്ങൾ 3 പേരിൽ ഉണ്ടാവുന്ന അനുഭവം ഓർത്തെടുക്കാൻ പറഞ്ഞാൽ ഏത് അനുഭവം ഓർത്തെടുക്കും? അയ്യോ ഞങ്ങള് രസമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞ് ഷൂട്ട് തീരാൻ വേണ്ടി കാത്തിക്കും. തീർന്നു കഴിഞ്ഞപ്പോൾ അല്ല, എനിക്കുള്ള ഓർമ്മയുള്ളൊരു അനുഭവം പറയാം. അതായത് ഞങ്ങള് ഷൂട്ട് കഴിഞ്ഞിട്ട് ബീച്ചിൽ ഫുട്ബോൾ കളിക്കാൻ പോകും. ഫിസിക്കൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും ഇതൊക്കെ വേണ്ടിയിട്ട് ആക്ടിവിറ്റീസ് വേണമല്ലോ. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വരുന്നു. അപ്പോൾ ഇവൻ കുറേ നാൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ച് കോമ്പിനേഷൻ വരുന്ന സമയത്താണ് ഇവൻ വരുന്നത്. ഞങ്ങൾ ഓൾറെഡി പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ കളിക്കാനായിട്ട് പോകുന്ന സമയത്ത് എന്നാൽ പിന്നെ പോയേക്കാന്ന് പറഞ്ഞിട്ട് വന്ന് ഈ മണലിൽ നോർമൽ ഇതിൽ ഓടുന്ന പോലെ അല്ലല്ലോ, മണലിൽ ഓടുമ്പോൾ പെട്ടെന്ന് ചെയ്യല് ഓടി 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും പദം വന്ന് ആ സൈഡിൽ. ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നാമത് ഈ ബോളി മണലിൽ തട്ടി കഴിഞ്ഞാൽ ബോൾ പോലും അനങ്ങൂല. ബോൾ അനങ്ങളില്ലേ നമ്മൾ അനങ്ങളില്ലേ, വെറുതെ കുറെ പറഞ്ഞേ ബോളിലെങ്കിലും കാലടിക്കുന്ന പരിപാടി, കാലം ഓടിച്ചു. ഫുട്ബോൾ അടിക്കുക, കാലൊടിക്കല്, ഫൈറ്റ് അടിക്കുക, വീണ്ടും കൈ ഒടിക്കല്, ഇതന്നെ പരിപാടി. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് നമ്മള് ഷൂട്ട് കഴിഞ്ഞിട്ട് പോയി ഈവനിങ്ങില് കണ്ണൂരായിരുന്നു ഫുഡും ലൊക്കേഷനും ആളുകളൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മള് ഉച്ചക്ക് അത്യാവശ്യം നമ്മൾ പുറത്ത് ഭക്ഷണമൊക്കെ മേടിച്ച് കഴിക്കും. പിന്നെ വൈകിട്ടാകുമ്പോൾ ഈ ഭക്ഷണമൊക്കെ കത്തിച്ച് കളയാൻ വേണ്ടി എന്തെങ്കിലും വർക്കൗട്ട് ഉണ്ടാവും. ഞാൻ ഒരു സൈക്കിൾ എടുത്തിട്ടുണ്ടായിരുന്നു, സൈക്കിൾ ഉണ്ടായിരുന്നു. വൈകിട്ട് നേരം ബീച്ചിൽ പോയി തൊട്ടടുത്ത് തന്നെ അപ്പൊ ബീച്ചിൽ കളിക്കും, എക്സ്പ്ലോർ ചെയ്തായിരുന്നു. നല്ല കൂടുതലായിരുന്നു. നമ്മളെ എന്നിട്ട് പറയുന്നത് കഴിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴിച്ചല്ലോ, വൈകിട്ട് എന്തെങ്കിലും ചെയ്യണം, ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അങ്ങനെ പോയി തരുന്നു. അപ്പം ഇവർ നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ രതീഷേട്ടൻ്റെ മാൻ അപ്പോൾ പുള്ളി അവനുണ്ടായിരുന്നു ഫുൾ ടൈം. നമ്മൾ ഒരുമിച്ച് ഭയങ്കര രസമായിരുന്നു. ഇതിലേതാ മ്യൂസിക്കോ ക്യാമറ ഒക്കെ? രാഹുൽ രാജാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ടുകൾ. ഇപ്പോൾ ഒരു പാട്ടാണ് നമ്മളിപ്പോൾ റൊമാൻറ്റിക് സോങ് ഇറങ്ങിയിട്ടുണ്ട്, റീച്ച് ആയിട്ടുണ്ട്. രവിയേട്ടനാണ് ക്യാമറ. അപ്പോൾ അതും ഉല്ലാസിനൂടെ ഒരുപാട് കാലമായിട്ട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആൾക്കാരാണ്. സമയത്ത് ഉല്ലാസ് അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് രവിചേട്ടൻ അസോസിയേറ്റ് ക്യാമറമാൻ ആയിരുന്നു. പിന്നെ മേക്കപ്പ് മാനും അങ്ങനെയായിരുന്നു. ടീമായിരുന്നു. ഇവർ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇവർ തമ്മിലൊരു ഭയങ്കര ജെല്ലായിരുന്നു. അല്ല, ഈ സിനിമക്ക് ശരിക്കും അങ്ങനെ ഒരു ടീമിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കൂടാതെ അങ്ങനെ ഒരു അസോസിയേറ്റ് ബുദ്ധിയുള്ളൊരു ഡയറക്ടറും വേണമായിരുന്നു. കാര്യം ഇത് ടെക്നിക്കലി ഇത്രയും ഓരോ സിറ്റുവേഷൻ തന്നെ 3 പ്രാവശ്യം 3 രീതിയിൽ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അത് ചിലപ്പോൾ ഒരു പുതിയ ഡയറക്ടർ എന്ന് പറഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഇത്തിരി ബ്രെയിനൊന്ന് കടന്ന് ഓവറായിട്ട് വർക്ക് എടുത്തിട്ട് കൺഫ്യൂസ്ഡ് ആയി പോകും. എളുപ്പമല്ല പരിപാടി. കാര്യം നമ്മൾ ഷൂട്ട് ചെയ്യുന്നതേ ഓർഡറിലല്ല. അപ്പൊ അതിനകത്ത് തന്നെ ഇങ്ങനത്തെ കുറെ കൺഫ്യൂഷൻസ് ഈ സിനിമയിൽ മൊത്തം കണ്ടിന്യൂറ്റി ഭയങ്കര അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ കണ്ടിന്യൂറ്റി എത്ര കാര്യമായിട്ട് പിടിക്കണം. അപ്പോൾ
വേറെ ആര് കണ്ടിട്ട് വിട്ടുപോയാലും ഉല്ലാസ് വിടില്ല, അല്ല ഉല്ലാസ് വിട്ടാലും ചിലപ്പോൾ രവിയേട്ടൻ വിടില്ല. അപ്പൊ ഇവര് തമ്മിൽ പ്രോപ്പർ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞങ്ങൾക്ക് ആക്ടേഴ്സിന് എളുപ്പമായിരുന്നു. നമ്മൾ ചിലപ്പം ഡ്രസ്സിനകത്ത് വരെ കണ്ടിന്യൂറ്റി ഉണ്ട്, ഇഞ്ചി ഇതുണ്ടാവും, അത് മറ്റുള്ള വരുമ്പോൾ പുറത്തേക്കായിരിക്കും കിടക്കുന്നത്, കൈയിൻ്റെ പുറത്തേക്കായിരിക്കും കിടക്കുന്നത്, ചില ചെളി ഉണ്ടാവും, അങ്ങനെ പല പല വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇവരങ്ങനത്തെ ഒരു പ്രോപ്പർ ടീം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് പണി ഇത്തിരി എളുപ്പമായിരുന്നു. എന്നിട്ട് വരെ നമ്മൾ കൺഫ്യൂഷൻ അടിച്ച സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടല്ലേ? പിന്നെ ഉല്ലാസിന്റെ അടുത്ത് പോയി ചോദിക്കും, പിന്നെ പുള്ളിക്കാരന് ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് എളുപ്പമായിരുന്നു അല്ലേ? നായിക ഒരു പ്രാധാന്യമുണ്ടോ ഈ സിനിമയ്ക്ക്? നമ്രത എന്നാണ് ക്യാരക്ടറിന്റെ പേര്. നായിക പ്രാധാന്യമുണ്ട്. അതായത് അജയ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കുന്ന ആളാണ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഉണ്ട്. സിനിമ കണ്ടിട്ട് തീരുമാനിക്കാം. അതെ, കല്യാണം ഉറപ്പിച്ചവരാണോ? സിനിമ നടന്നിട്ടുണ്ടെന്ന് സിനിമ സിനിമ കണ്ടിട്ട് തീരുമാനിക്കാം. അങ്ങനെയല്ല പറയണ്ടേ? തലേന്നറിയോ ബാലു ഞാൻ എല്ലാം മാറിയാണ് ഇപ്പൊ ഇന്റർവ്യൂ കണ്ടില്ലേ? നമ്മള് സിനിമ അങ്ങനെയല്ല നമ്മള് കാണണ്ടേ. അതെ അതെ. പക്ഷെ ഒരു ടീച്ചർ കണ്ടിട്ട് ഇത്രയും കണ്ടുപിടിച്ചതൊക്കെ നമ്മളൊന്നും പിടിച്ചതാ, കണ്ടുപിടിച്ചത് ഓർമ്മ വേണം കേട്ടോ. പിന്നെ എന്തായാലും സൂപ്പർ ഹിറ്റ് ആകട്ടെ ഈ സിനിമ. ഈ പറയുന്നത് പോലെ റിലീസിന് ഒരുങ്ങിയാണ്. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ? ഡേറ്റ് 26 ജൂലൈ 26 26 തീയതി, ജൂലൈ 26 സിനിമ തിയേറ്ററിലേക്ക് എത്തിയാണ്. നല്ലൊരു സിനിമ, നല്ല രീതിക്ക് ഇവർ അഭിനയിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. അതിനി പ്രേക്ഷകർ കണ്ടറിയുക. പ്രേക്ഷകർ കണ്ട് ഇവരും അത് അഭിനയിച്ചു വെച്ചു എന്നല്ല പറഞ്ഞാൽ നല്ലൊരു സിനിമയുടെ ഭാഗമായി എന്ന് മാത്രമാണ് ഇവരും പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ, വിമാനം പോലെ പറന്നുയരട്ടെ ഈ സിനിമ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കൂടെ ഉണ്ടാകും. സിനിമയ്ക്ക് ഉല്ലാസ് അത്രയും വേണ്ടപ്പെട്ടത് നമ്മുടെ സുഹൃത്തു കൂടെയാണ്. അതിനൊപ്പം നിങ്ങളെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. ഉല്ലാസിൻ്റെ ഒത്തിരി ആൾക്ക് ആഗ്രഹമാണ് ഡയറക്ഷൻ എന്നുള്ള. ആ സിനിമ പറന്നങ്ങ് ഉയരട്ടെ. താങ്ക് യു.